നമസ്കാരം. പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്താണെന്ന് നോക്കാം. രക്തത്തിലെ ഷുഗറിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ്. പ്രധാനമായും രണ്ട് ടൈപ്പ് ഡയബറ്റിസ് മെൽറ്റസ് ആണുള്ളത്. ടൈപ്പ് 1 ഡയബറ്റിസ് മെൽറ്റസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെൽറ്റസ്. ടൈപ്പ് 1 ഡയബറ്റിസ് മെൽറ്റസ് ഉണ്ടാകുന്നത് പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസ് നശിപ്പിക്കപ്പെടുന്നത് മൂലം പാങ്ക്രിയാസിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിക്കാതെ വരുന്നു. ഇതുമൂലം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കപ്പെടുന്നു. ടൈപ്പ് 2 ഡയബറ്റിസ് മെൽറ്റസ് ഉണ്ടാകുന്നത് ശരീരത്തിലെ ഗ്ലൂക്കോസുമായി റിയാക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഇൻസുലിൻ്റെ ലഭ്യത കുറയുന്നതിനാലും ഇൻസുലിനെ കോശങ്ങളിലെ റിസപ്റ്ററിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയായ ഇൻസുലിൻ ഇൻസെൻസിറ്റിവിറ്റി എന്ന അവസ്ഥ മൂലവുമാണ്. ടൈപ്പ് 1 ഡയബറ്റിസ് മെൽറ്റസും ടൈപ്പ് 2 ഡയബറ്റിസ് മെൽറ്റസും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റിസ് മെൽറ്റസ് 40 വയസ്സിന് താഴെയുള്ളവർക്കും ടൈപ്പ് 2 ഡയബറ്റിസ് മെൽറ്റസ് 50 വയസ്സിന് മുകളിലുള്ളവർക്കുമാണ് വരുന്നത്. മറ്റ് പ്രധാന വ്യത്യാസങ്ങളൊക്കെ മുകളിൽ കൊടുത്തിരിക്കുന്നവയാണ്. പ്രമേഹ രോഗികൾ പ്രധാനമായും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, അമിതമായ ക്ഷീണം, ഭാരം കൂടുന്നതും കുറയുന്നതും, കൈകാലുകളിലെ മരവിപ്പ്, മുറിവ് ഉണങ്ങാൻ താമസമെടുക്കുന്നത്, യോനിയിലെ ഈസ്റ്റ് ഇൻഫെക്ഷൻസ് മുതലായവയാണ്. പ്രമേഹ രോഗത്തെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം എന്ന് നോക്കാം. ഇൻസുലിൻ ടെസ്റ്റ്, സി പെപ്റ്റൈഡ് ടെസ്റ്റ്, ഫ്രക്ടോസമൈൻ ടെസ്റ്റ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ്, റാൻഡം പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ് മുതലായവയാണ്. ഒരു വ്യക്തി ഡയബറ്റിക് ആണോ എന്ന് തിരിച്ചറിയുന്നത് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവലോ 2 ഹവർ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവലോ HbA1c ലെവലോ ബേസ് ചെയ്തിട്ടാണ്. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 126 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലോ 2 ഹവർ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലോ HbA1c 5.7% മുകളിലോ ആയാൽ ആ വ്യക്തി ഡയബറ്റിക് ആണ് എന്ന് ഉറപ്പിക്കാം. പ്രമേഹ രോഗത്തെ എങ്ങനെയൊക്കെ തടയാം എന്ന് നോക്കാം. മദ്യപാനവും പുകവലിയും പൂർണ്ണമായും ഒഴിവാക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കൂടുതലായും ഉൾപ്പെടുത്തുക, ഇൻസുലിൻ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നതിനായുള്ള ഗുളികകളോ കഴിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്കായി ഷുഗർ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത്തരത്തിൽ നമുക്ക് ഒരു പരിധിവരെ പ്രമേഹത്തെ തടയാൻ പറ്റും. ഇനിയും ഇതുപോലുള്ള നല്ല അറിവുകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക.